കഞ്ഞി ഇതേ മീനിന് കഞ്ഞി. പിന്നെ അമ്മായി പുളിയല്ലേ വിളിച്ചത്, കുറവായിരിക്കും. എന്തോ ഭാഗ്യത്തിന് ഇന്ന് വരെ മാളു എന്റെ മീൻകറിക്ക് കുറ്റം പറഞ്ഞു. വരൂ. വരുന്നേ വരുന്നേ എന്റെ പൊന്നോ. ഇതെല്ലാം ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എവിടെ പോയിരുന്നു? ഞാൻ അവിടെ തണലത്ത് പോയിരുന്നു. മാറുമ്പോളൂ മാറിക്കോ അമ്മായി. ശരി, നമ്മൾ പോട്ടെ. പൊക്കോ പോട്ടോ. എന്ത് ചെയ്യണം അമ്മായി? തേങ്ങാ കൊത്ത് അമ്പിളിമാമര പോലെ ഇങ്ങനെ നൈസായിട്ട് കൊത്തിയെടുത്തോ. അമ്പിളി അമ്മനെ ഞാൻ പിടിക്കാൻ എനിക്ക് ഇനിയിപ്പം പറ്റുമോ? ആ ശരി, ഉള്ളതുപോലെ പിടി. ആ ശരി. ഇതിപ്പോ ഇഷ്ടപ്പെട്ട ആ പിന്നെ പൊളിയല്ലേ. ഇത്രയും വേണമായിരുന്ന? ഇത്രയും വേണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പോട്ടാ. മാളു അയാളെടുത്ത് മാറ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലായിടത്തും ഇട്ടാ? മഞ്ഞപ്പൊടി ഞാൻ ഇടാം, അല്ല നീ പൊടിപ്പോ. പ്രാർത്ഥിച്ചിട്ടുള്ള പോലെ തോന്നിയാ നിനക്ക്? അതാണ് സ്റ്റെപ്പ് ചേച്ചി നിർത്തിയപ്പോ ഞാൻ നോക്കി. പ്രാർത്ഥിച്ചിട്ടിട്ടതല്ല, പിന്നെ അതെന്തോ ആലോചിച്ചതാ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അയ്യോടാ, നീ ഒരു മിനിറ്റ് അതൊന്നും എടുത്ത് പൊക്കാവോ? എനിക്കൊരു പരിപാടി ചെയ്യാനുണ്ട്. തീ കൂടുതലല്ല, ആവശ്യമില്ലാത്ത സമയത്തൊക്കെ തീ കൂടുതൽ കണ്ടില്ലേ. ഇപ്പം നിന്നെ തീനെ ഞാൻ കുറച്ചറിയാം. ഇപ്പം ഞാൻ അവിടെ കടറോ ആട്ടെ, പിന്നെ എന്നോടാ കളി. കയറ്റി വെച്ചോ. എല്ലായിടത്തും ആക്കണേ, അല്ലെ ഉപ്പൊക്കെ വല്ലയിടത്തൊക്കെ കിടക്കും. അമ്മായി നമുക്ക് എന്തോ ഉണ്ടാക്കി കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് കാണില്ലല്ലോ ആളെ. പാവം. എടോ അമ്മായി, വല്ലോ കിട്ടോ ഞങ്ങക്ക്? ഞാൻ വലിയ പണിയിലായിരുന്നു. എന്താ അത്? പഞ്ചാമൃതോ? തിരുമധുരം. ഇത് അമ്പലത്തിൽ പൂജിച്ചല്ല, ഞാൻ പൂജിച്ചത്. അല്ല മാളു, മൂന്നാർ പോയപ്പോ ഞാൻ ഉണ്ടാക്കി തന്നില്ലേ? അതിലന്ന് കരിക്കൊക്കെ ഉണ്ടായിരുന്നേ, പാലുണ്ടായിരുന്നു. ഒരു സ്പൂണും 2 സ്പൂണും കൂടെ ആണോ? അതൊന്ന് മതിയാ? ഞാൻ ചേച്ചി വനീതിക്കൊക്കെ എന്തിന് 2 സ്പൂൺ അല്ലേ മാളു? ഇത്രേ ഉള്ളൂ. അമ്മ കഴിക്കണല്ലേ? പിന്നെ കഴിക്കാതെ. അത് കൊള്ളാം. അടിപൊളിയാ. എന്ത് പുക കണ്ടാ? ഞാൻ ഇല്ലാതെ വന്നപ്പോ പുകയണ കണ്ട? ഞാനല്ലേ കത്തിച്ച കെട്ടത്. ആള്
അഞ്ചാമത് ഉണ്ടാക്കിയതേ എന്റെ കപ്പലണ്ടി അടിച്ചോണ്ട് പോയിട്ടാ. ഒരു 10 കപ്പലണ്ടി എടുത്തിട്ടില്ല. അമ്മ എനിക്ക് വെയിറ്റ് എന്താ ഞാൻ കഴിക്കും. ആ, നിനക്ക് ഊതട്ടമ്മായി. ഓ സംഭവം മനസ്സിലായില്ലേ? ആ ഉള്ളി ചൂടായിട്ടേക്കല്ലേ? ഇട് മുളക് ആയതത്ര ഇട്, പൊട്ടിച്ചിട്. ഞാൻ അതിനെ ക്ഷീണിപ്പിക്കും മുളക്. അമ്മ ഉണ്ടായിരുന്നോ? അന്ന് അമ്മ ഉണ്ടായിരുന്നു ഇവിടെ കണ്ണുപുള്ളി ഒന്ന്. എനിക്ക് അന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷമല്ലേ വന്നത്, 11 മണിക്കല്ലേ വന്നത്. ആ പട്ട വന്നപ്പോ ഇവിടെ നെയ്റ്റെല്ലൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതെ, പട്ട മാത്രമേ ഉള്ളൂ, ഇത് ഗ്രാമ്പൂല്ല. ഏലക്ക ഗ്രാമ്പൂതാ മതി. ഏലക്ക ഇട്ടാ? ആ ഏലക്ക ഇട്ടു. മീനിന് തന്നെ എന്തേ? മീനിന് തന്നെ പിന്നല്ലാണ്ട് ജീരകം. അമ്മായി ഉരുളി വെച്ചിട്ട് പുളി പിഴിഞ്ഞു വെക്കാവോ? ഉരുളി എടുത്തോണ്ട് ഞാൻ ഇതിപ്പോ അരച്ചിട്ട് വരാവേ. ഓ ദേ ഇരിക്കുന്നു ഉരുളി. ഉള്ളി നോക്കിയാ മോളെ? ഒന്നും ആയില്ല എന്നാണ് തോന്നുന്നത്. ഉള്ളിയുടെ ഭാഗമൊക്കെ നമ്മളെ സാറിനെ അറിയാവോ? സരിത സാറ്. നീ അരയ്ക്കാൻ പോണെന്ന് പറഞ്ഞല്ലേ പോയത്? എന്നിട്ടെന്ത്? അതിപ്പോ ചൂട്, ആ ചൂട് സാധനം ഞാനെങ്ങനെ അരയ്ക്കാനോ? തണുക്കട്ടെ. ഇതിപ്പോ ഇപ്പൊ വെച്ചോളാം. ഒന്ന് എടുക്കാവോ? സവാള എടുക്കാനാ. എന്നാ ശരി, ഞാൻ പൊക്കോട്ടെ. ഇത്ര വെച്ചിട്ടുള്ളൂ? 3 വെച്ചിട്ടുള്ളൂ. അമ്മ ഈ പുളി പിഴിഞ്ഞു വയ്ക്കുക. ഓ മുളക് പൊടിയൊക്കെ ഞാൻ വന്നിട്ടിട്ടോളാം. അമ്മ പുളി പിഴിഞ്ഞു വെച്ചാൽ എന്താ അമ്മ ഒഴിക്കാത്ത? ഇപ്പൊ അതിലൊഴിക്കാനാ? അങ്ങനെയാണോ പറഞ്ഞത്? ഓ ചേച്ചി, പുളി പിഴിഞ്ഞ് ഏതിലൊഴിക്കാൻ പറഞ്ഞേ? എന്തെന്ന്? പുളി പിഴിഞ്ഞ് ഏതിലൊഴിക്കാൻ പറഞ്ഞേ? ഏതിലൊഴിക്കുമായിരുന്നു? ഒന്ന് കേക്കട്ടെ, ഒന്ന് കാണട്ടെ. ഏതിലൊഴിക്കുമായിരുന്നു നിങ്ങള് പുളി? ഞാൻ ഒന്നിലും ഒഴിച്ചില്ല. അവളെ പറഞ്ഞ് ഇതിലൊഴിക്കാൻ പറഞ്ഞു. ചെഞ്ചട്ടിയിൽ ഒഴിക്കാൻ പറഞ്ഞു. അത് ശരിക്കും ഞാൻ ഇല്ലായിരുന്നു. നിങ്ങൾ ഏതിലൊഴിക്കുമായിരുന്നു? നമ്മൾ ഒന്നിലും ഒഴിക്കില്ല, പുളി പിഴിയേയില്ല. അതെ. അപ്പോൾ രണ്ടും കൊള്ളാം. ദൈവമേ, ഞാനില്ലെങ്കിൽ അപ്പൊ ഈ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും തിന്നൂല. ഞങ്ങള് അവിച്ച് തിന്നും. പുളിയും ഉപ്പും മുളകും ഒന്നും വേണ്ട. ഉപ്പ് സമ്മതിക്കണം എന്റെ അമ്മായി. ഞങ്ങൾക്ക് ചമ്മന്തി മതി അല്ലേ? ഇന്നത്തേക്ക് പുളി ഒഴിച്ചിട്ട് എന്ത് കാര്യം മാളു? ഇതിന്റെ അകത്തേക്കാ പറഞ്ഞേ? അല്ല പറഞ്ഞേ. നീയാ വല്ല തെറ്റിക്കണ. ഇന്നത്തെ പുളി പിഴിഞ്ഞൊഴുക്കി ഒഴുകി. എന്തായാലും ഇനിയിപ്പോൾ അത് തണുക്കണം. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടും കൂടി കൊളാക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പിള്ളേരോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അമ്മായിനൊന്ന് ശ്രദ്ധിച്ചേക്കണേ, കറി മൊത്തം കൊളാക്കൂന്ന്. ഇപ്പൊ നമ്മളെ കാണിച്ചു കൊടുത്തന്ന്. അപ്പൊ ഞാൻ കൊളാക്കിയല്ലേ? കൊളാക്കിയേനെ. അടി കള്ളി പെണ്ണെ. ഏതി ഒഴിക്കണോന്ന് ചോദിച്ച ചോദ്യം കേട്ടാ. ഇതിലൊഴിക്കാൻ തന്നെ മാള് പറഞ്ഞത്. എന്നാലും ഒരു സംശയം അവള് ചോദിച്ചതല്ലേ ഉള്ളൂ. അയ്യോ, ഇത് മുളക് കൂട്ടിട്ടെ. ആ മുളക് കൂട്ടിട്ട് ഞാൻ എന്റെ കാലിന് ആ ചൂടാറുന്നതിന് മുന്നേ ഞാൻ ആ മല്ലിപ്പൊടി കുരുമുളകും അന്നത്ത് ഇടാൻ മറന്നു. അന്നത്ത് പോയി ഇടട്ടെ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. ഞാൻ ഒന്നും പറയില്ല. ഞാൻ ഒന്നും ചെയ്യേയില്ല. അവക്ക് കാര്യം കഴിഞ്ഞല്ല. നീ ഒന്നും പറയില്ല, ഞാൻ ഒന്നും ചെയ്യില്ല. സൂപ്പറുണ്ട് വരട്ട് കേട്ടാ. മക്കളെ ഇതിന്റെ തവിയൊക്കെ ഇവിടെ പോയി എല്ലാം എടുത്തോണ്ട് ചെയ്യാം. ഒരെണ്ണം എടുത്തോണ്ട് ചെയ്യാം. കഴിവുണ്ടല്ലോ ഇനി? ഇല്ല ഇല്ല. അല്ല അമ്മായി, നമ്മളിതിങ്ങനെ ഇട്ടോണ്ടിരിക്കും. ചേച്ചി എടുത്ത് വല്ലോ വീരവാദം കുടിച്ചിട്ട് എന്തോ അവളില്ലെങ്കിൽ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു.
അപ്പൊ ചമ്മന്തി കഞ്ഞി കുടിക്കുമെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടിയല്ലേ ഈ മീനൊക്കെ വാങ്ങണത്. കാട്ടുണ്ടായിട്ടാ വരയണമെങ്കിൽ കൊല്ലും താടക. അയ്യോ പാവം. ഇതാണ് താടക മാറി കൊടുക്കൂ. അയ്യോ എന്താ വരണ വരവ് കണ്ടപ്പോഴേ തന്നെ എനിക്ക് പേടിയായിപ്പോയി. ഇതെന്താ ഇത് സവാള അരച്ചുകൊണ്ടുവന്നു. അമ്മായി പുളിയല്ലേ ഒഴിച്ചത്, കുറവായിരിക്കും. ഉപ്പിട്ടില്ലല്ലേ? എന്നാ ഉപ്പിട്ടാ? ഇല്ല മുളക് കറി ഇടവാ. ഇത് വേണ്ടേ? മുളക് കറി ഇങ്ങനെയല്ലേ ഉണ്ടാക്കണേ? ഇത് വേണ്ടേ മുളക്? അതിട്ടോ. മൊത്തം വേണോ? കുറച്ചിട്ടോ. പുളിയൊക്കെ ഇത് മതി കേട്ടാ. പുളി മതിയോ? മതി. ഒരു സ്വല്പം കൂടി പുളി ഒഴിക്കട്ടെ, അല്ലെ മീനിലൊന്നും ഉണ്ടാവില്ല. ഇത്തിരി പുളി ഒഴിക്കാം. ഇനി പിന്നെ ഉപ്പും കൂടെ വേണ്ടി വരും. ഉപ്പ് വേണ്ടി വരും. ഒരു നുള്ളു ഉപ്പിട്ടോ അമ്മായി. ഓ ഇന്ന് മഴ പെയ്യും. എന്താ അമ്മായി ഉപ്പ് വേണോന്ന് പറയും. അതെ, സത്യം. ഞാനിനി മറ്റേത് പോയി അരച്ചിട്ട് വരാവേ. മറ്റേതിൻ്റെ കപ്പലണ്ടിയുടെ ഒക്കെ ചൂടാറിയിട്ടേ ഉള്ളൂ. അമ്മേ, ഓ പേടിച്ചു പോയി. ഒരു കാക്കയെ കണ്ട പേടി, വലിയ താടക. എന്തൊരു ചൂടാ, കൈയൊക്കെ പൊള്ളിപ്പോയി. ഇത്രയൊക്കെ ചെയ്താ? ഇവിടെ നിന്ന് കൊളാക്കുന്നതിലും നല്ലതാ. ആര്? അമ്മായി. ഞാനാ കൊളാക്കണേ? എന്നിട്ട് ചേച്ചിയാണല്ലോ പോയിട്ട് വന്ന്. അതാണ് ആരെന്ന് ചോദിച്ചത്. നിങ്ങൾ രണ്ടുപേരെ ഒന്ന് അടുത്ത് നിർത്തി കഴിഞ്ഞപ്പോ എനിക്കിട്ട് പാര വെച്ചോണ്ടിരിക്കണം അല്ലേ? ഇതിപ്പോ നമ്മള് പാരയല്ലല്ലോ, പാര ഒരു വ്യത്യാസമാണ് അല്ലേ? വെള്ളം വെച്ചമ്മായി അല്ലേ മാളു? കൊള്ളാം, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൈക്ക് തെറിച്ചതാണെങ്കിലും എടുത്ത് നക്കി. നമ്മക്കറിയാലോ പണ്ടേ. അയ്യേ പറഞ്ഞു കേട്ടില്ലേ? അത് പണ്ടേ അറിയാലോ ചേച്ചി നക്കിയാണെന്ന്. ഞാൻ പറഞ്ഞത് അപ്പോഴേ അമ്മായിക്ക് കുറച്ച് തർക്കത്തിനും കൂടുതലാണ് ഇപ്പൊ. കുറച്ചൊരു വെള്ളം ഒഴിച്ചോ അമ്മായി, വെള്ളം ഒഴിച്ചോ, കാര്യമായിട്ട് വെള്ളം ഒഴിച്ചോ. ഒഴിക്കട്ടോ? ഒഴിച്ചോ. വൈരാഗ്യം തീക്കാണ്. ഞാനൊക്കെ എന്താറിയോ, കൈ പൊള്ളിയ നാക്കിലോട്ടിടും, നാക്ക് പൊള്ളിയ തുള്ളിച്ചാടും. ജീരകം മുമ്പിട്ടിരിക്കും പോലെ. ജീരകോ? മീനിടുമ്പോ പോലെ തീയല് പോലത്തെ ഒരു ടേസ്റ്റ്. തീയല് വറുത്തരച്ച്, പക്ഷെ പുളി കൂടിയ തീയലെന്നേ ഉള്ളൂ. ഞാൻ മീനിടുമ്പോ കറക്റ്റ് ആവും മാളൂ. എന്റെ കൈ പൊള്ളിച്ച് താണ്ടേ. ഇത്രയൊന്നും പൊള്ളിയിട്ടില്ലല്ലോ. അത്ര കാണിച്ചു കൊടുക്കാൻ മതി. ഇത് ഇത്രയൊന്നും പൊള്ളിയിട്ടില്ലല്ലോ നിനക്ക്. ഞാൻ പണിയെടുക്കൂലല്ലോ. ഇത് അവള് വെച്ചത്. നാട്ടുകാര് കേട്ടാ എന്ത് പറയും മാളു എന്നെ പറ്റി? നാട്ടുകാര് പറയണ ചേച്ചി ഇവിടെ അമ്മായിട്ട് ഹറാസ് ചെയ്യുന്നു. മാളുവ മൂടി എടുത്തുണ്ടോ? പോയപ്പോ രണ്ടുകൂട്ടും കൂടെ ഒരുമിച്ച് പോയാ. ഞാൻ ഒരു സാധനം എടുക്കാൻ വന്ന് അവള് വേറൊരു സാധനം എടുക്കാൻ പോയി. നിനക്ക് പുകയണമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ വിറവ് എടുക്കാൻ പോയെ. ഞാൻ കൈ കഴുകിയിട്ട് വരാവേ. കുറച്ചുകൂടെ വെച്ചോ, അതുകൂടെ വെച്ചോ. നമുക്ക് വല്ലതും കഴിക്കാൻ പോയാലോ? വാ അമ്മായി. ഇത് ഒരു ദിവസം നമ്മൾ റോസ് കഴിച്ചില്ലേ, ഒരു പറന്നു പോവാൻ മണത്ത സാധനം, അത് തന്നെ. ഓ എന്ത് മധുരം, ഭയങ്കര മധുരം.
പഞ്ഞിമുട്ടായോ? നീ അതിൽ നിന്നൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കാത്തത്? ഓ ചായ എടുത്തമ്മളൂ. പാവം, നീ നല്ല ചായക്ക് മധുരം ഉണ്ടാവില്ല. കഷ്ടം, നല്ല ചായ ആയിരുന്നു, മധുരമില്ല. എന്നോട്ട് ചായ പാവമായത്? ഇത് കൊള്ളില്ലാണ്ടായപ്പോ മതി. നീ ഇല്ലാത്തൊരു ദിവസം ഞാനും അമ്മയും കൂടി ഒരു റോസ് കളറിലാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അമ്മായിയോട് പറഞ്ഞു ഊതിയ പറഞ്ഞു പോകുന്നു. ഇല്ല അമ്മായി? പഞ്ഞിമുട്ടായോ? ഇതിനകത്ത് എന്താ പിസ്തേ എന്തൊക്കെ ഉണ്ട്? ഇതിലെന്തോ നട്സ് ഇട്ട് വെച്ചിരിക്കണം. അതിനുള്ളിൽ നട്സ് മാത്രം കഴിച്ചു. പോയാലോ? ചാവടി. എന്തൊരു ചൂടാലേ. ചൂട് ചായയും കൂടെ കുടിച്ചപ്പോ പറയണ്ട. എന്നിട്ടാണ് എന്നോട് ചായ കുടിക്കാൻ പറഞ്ഞത്. നീ കുടിച്ചോ? എനിക്കും ചൂട് കഴിഞ്ഞു. എന്നാ വേണ്ടേ കുടിക്കണ്ട? തൊട്ടാ പൊട്ടും കേട്ടോ. തൊട്ടാ പൊട്ടും. അതല്ലേ ഞങ്ങൾ പറഞ്ഞു ഊതിയ പറക്കുന്നു. പോയാലോ അമ്മായി? പോവാ. എവള് കുടിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞിവിടെ ഇരിക്കട്ടു. എവള് കുടിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞിവിടെ ഇരിക്കട്ടു. കട്ടാ വേണ്ട നിനക്ക്? നീ മുമ്പ് എണീറ്റാ? ഞാൻ എനിക്ക് ചൂടെടുക്കണമെന്ന് പറഞ്ഞ അവള് കുടിക്കണില്ല. ഇപ്പൊ വരണില്ലേ? വാ എന്നാ പോവാ. ഇട്ടോ, കറിവേപ്പില ഇട്ടോ. പുള്ളിക്കല്ലിന് സെറ്റായി. ഇതെവിടെയായിരുന്നത്? സൂപ്പർ. എന്നാ നിങ്ങൾ പോയി ടേബിൾ സെറ്റ് ചെയ്തോ. ഓക്കെ ഓക്കെ. വരുന്നുണ്ടല്ലോ. എടുക്കമ്മ, അമ്മയ്ക്ക് ആവശ്യത്തിന് എടുക്ക്. കുറച്ചൊന്ന് കേൾക്കണ്ടല്ലോ. തന്നെ എടുക്കുമ്പോ അത് ആരോടും പറയാനില്ല. ഇനി മുതൽ അങ്ങനെ ചെയ്യണം അല്ലേ മാളു? വെറുത്തതുപോലെ പറയല്ലേ. വെറുത്തതുപോലെ പറയണമെന്നല്ല, കാരണം കേട്ട് മടുത്ത് കുറച്ച്. എന്നാ പിന്നെ ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. സമാധാനം. എടുത്തോ അമ്മായി കറി. അയ്യോ, ചെറിയ പീസ് നോക്കി എടുത്ത്. ഓക്കേ. സാധാരണ നിനക്ക് തലഭാഗം ഇഷ്ടമാണല്ലോ. തലയില്ലല്ലോ. ഉണ്ടല്ലോ, ഇതേ കിടക്കണൊക്കെ തല തരട്ടെ. നല്ല തലയാ മാളുവിന്റെ. തലേ അല്ല, ഇതിന്റെ തല നല്ല തലയാ, നല്ല സോഫ്റ്റ് തല, ഭയങ്കര ടേസ്റ്റാ. ആവോലിയുടെ തല. ഞാൻ വലിയ തല എടുക്കും, വലിയ തല. കണ്ടാ, തപ്പി പിടിച്ചൊക്കെ പോയിട്ട് തപ്പി പിടിച്ചെടുക്കും ഞാൻ. കണ്ടാ? ആഹാ, കണ്ട് കണ്ടാ? എങ്ങനെയുണ്ട്? എന്തോ ഭാഗ്യത്തിന് ഇന്ന് വരെ മാളു എന്റെ മീൻകറിക്ക് കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു സാധനം മാത്രം ഞാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. നമ്മളന്ന് കളരിൽ പോയിട്ട് കിഴങ്ങ് പോലത്തെ. അത് അമ്മായി വേവിച്ച കിഴങ്ങായിരിക്കും. അമ്മ ഇല്ല. അമ്മ ഇല്ലേ? ബോട്ടിലിരുന്ന് കഴിച്ച്. ആ, മനസ്സിലായി. ഇടില മീൻ. പനയുടെ കിഴങ്ങ്, പനംകിഴങ്ങ്. മീൻ അതാ അസാധ്യ ടേസ്റ്റ്. എനിക്ക് ഗ്രേവി ഇഷ്ടപ്പെട്ടു. മീനും കൊള്ളാം. നല്ല പച്ച മീൻ കേട്ടോ. ഞാൻ വാങ്ങിച്ചോണ്ടൊന്നുണ്ട്. ഞാൻ പോയിട്ട് പറയാൻ അല്ലേ ടേസ്റ്റ് ഉണ്ട്. അമ്മയല്ലേ പറഞ്ഞ പുളി കൂടി. എവിടെ പുളി? അതാ ഞാൻ പറഞ്ഞ മീൻ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം പോവും. കൂടിന്നല്ല, കൂടണ്ടാന്ന് പറഞ്ഞു. രണ്ടാമതും കൂടെ ഒഴിക്കണ്ട, കൂടി പോവും. ടേസ്റ്റ് നോക്കിയപ്പോ കൂടി അമ്മായി പറഞ്ഞില്ലേ പുളിന്ന്? പറഞ്ഞു. ഇപ്പൊ എവിടെ പുളി? പിന്നെ ഞാൻ വേറെ പലതും പറഞ്ഞു. മീനും സൂപ്പർ, ആ ചോറിലൊഴിച്ച ഗ്രേവി സൂപ്പർ, എല്ലാം സൂപ്പർ.
ആകെ സൂപ്പർ അല്ലാത്ത എന്താണെന്നറിയോ, നമ്മൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ മുള്ളു കയറി അങ്ങ് വരും. അത് തല അഴിച്ചു നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ് തല. ഒരു ചാർജ് പോലും കളയാനുണ്ടാവില്ല നമുക്ക്. ഉള്ളൂ ഇല്ല.